ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി, ഇവിടെ കേണൽ എസ് ഡിന്നി പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. അതായത് എന്തൊക്കെയാണ് ഈ വ്യാപാര കരാറിലെ ഉള്ളടക്കം എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പിന്നെ അദ്ദേഹം ചോദിച്ച കാര്യം, അദ്ദേഹം വിശ്വസിക്കുന്നത് നമ്മുടെ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിനെയാണ്. എന്തുകൊണ്ടാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി താങ്കൾ അദ്ദേഹത്തെ വിശ്വസിക്കാത്തത്? ഗോപികൃഷ്ണൻ, എനിക്ക് ഈ പറയുന്ന നമ്മുടെ കേണലിനെ പോലെ നമ്മുടെ മന്ത്രിയെ വിശ്വസിക്കണമെന്നുണ്ട്. പക്ഷേ സമീപകാല സംഭവങ്ങളിൽ നമ്മൾ ഒന്ന് മനസ്സ് അർപ്പിക്കുകയാണെങ്കിൽ ആ വിശ്വാസത്തിന് ഒരു വിടവ് വരുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആരാണ് ഇന്ത്യയുടെ രാജ്യരക്ഷാ മന്ത്രി യഥാർത്ഥത്തിൽ? നമ്മുടെ രാജ്യരക്ഷാ മന്ത്രിയും നമ്മുടെ പ്രധാനമന്ത്രിയും ഒക്കെ പറയുന്നതിന് മുമ്പ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ആരാണ്? ഡൊണാൾഡ് ട്രംപ് അല്ലേ? ആരാണ് നമ്മുടെ പെട്രോളിയം മന്ത്രി? നമ്മുടെ കുഞ്ഞുങ്ങൾ പറയും, കുട്ടികൾ പറയും ഹർദീപ് സിംഗ് പുരിയാണ്. പക്ഷെ നമ്മൾ എവിടെ നിന്ന് എണ്ണ വാങ്ങണം, വാങ്ങണ്ട, എത്ര വാങ്ങണം, എപ്പോൾ വാങ്ങണമെന്ന് തീരുമാനിക്കുന്ന ആരാണ്? ഡൊണാൾഡ് ട്രംപ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം, അത് കേണൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇറാനിൽ നിന്ന് സമൃദ്ധമായി എണ്ണ വാങ്ങിയിരുന്നു. അമേരിക്ക പറഞ്ഞു വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. നമുക്കും ഇറാനും ഇടയിൽ ഒരു പൈപ്പ് ലൈൻ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് പോലും നമ്മൾ തീരുമാനമെടുത്തിരുന്നു. ആ പരിപാടിക്കൊന്നും പോകരുതെന്ന് അവർ പറഞ്ഞു. നമ്മൾ പരിപാടി അവസാനിപ്പിച്ചു. വെനിസ്വലയ്ക്കും ഇന്ത്യക്കും ഇടയിൽ നല്ല രീതിയിൽ എണ്ണ ഇടപാടുണ്ടായിരുന്നു. നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നു. കഴിഞ്ഞ 6 വർഷത്തിന് മുമ്പ് അമേരിക്ക പറഞ്ഞു എണ്ണ ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഒരു 6 മാസത്തെ ഒരു ചെറിയ ഗ്യാപ്പ് നമുക്ക് കിട്ടി. നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്തില്ല. ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചെയ്യരുതെന്ന് അമേരിക്ക പറഞ്ഞു. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നുള്ള കാര്യം നമുക്കറിയാലോ. ഇപ്പം തന്നെ ഇറക്കുമതിയുടെ തോത് കുറഞ്ഞു. അപ്പോൾ ഏത് മേഖല എടുത്താലും ഇനി ആരാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എന്ന് ചോദിച്ചാൽ അവിടെയും ഒരുപക്ഷെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരാൾ പറയും അതും ഡൊണാൾഡ് ട്രംപാണ്. എന്താ കാരണം? ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചപ്പോൾ നമ്മൾക്ക് മിണ്ടാൻ പാടില്ല. ഒരു രാഷ്ട്രത്തിൻ്റെ തലവനെ തട്ടിക്കൊണ്ടുപോയപ്പോൾ നമുക്ക് മിണ്ടാൻ പറ്റില്ല. പലസ്തീൻ്റെ എതിരെ ഏകപക്ഷീയമായ ആക്രമണം നടത്തിയപ്പോൾ നമുക്ക് മിണ്ടാൻ പറ്റില്ല. ഗ്രീൻലാൻഡിനെതിരെ അമേരിക്ക അവകാശവാദം ഉന്നയിച്ചപ്പോൾ നമുക്ക് മിണ്ടാൻ പറ്റില്ല. അപ്പോൾ ആരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പരമമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നെന്നുള്ളത് സമീപകാല സംഭവവാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് ഉയരുന്നുണ്ട് കേണലെ. അതെന്താ കേണൽ മനസ്സിലാക്കാത്തത്? അപ്പോൾ കേണൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. സെക്ടർ വൈസ് മേഖല തിരിച്ചുള്ള കാര്യങ്ങൾ ഇനി തീരുമാനിക്കാൻ പോകുന്നേ ഉള്ളൂ. എവിടുന്നാണ് ഈ കേണലിൽ ഈ കാര്യം കിട്ടിയത്? എൻ്റെ കേണലെ ഓരോ ഉൽപ്പന്നം എടുത്തു വെച്ച് അതിൻ്റെ തീരുവ അടുക്കി കെട്ടി വെച്ചിട്ടാണ് ഈ കരാറായിരിക്കുന്നത്. ഇനി എന്താണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്? ഇനി സാങ്കേതിക പ്രക്രിയ മാത്രമുള്ളൂ. അതായത് എല്ലാം പൂർണ്ണമായി നെസസറി ടെക്നിക്കൽ പ്രോസസ്സസ് ആൻഡ് ഫൈനലൈസ് ദ പേപ്പർ വർക്ക്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഉള്ളടക്കം ഇനി മേഖല തിരിച്ചിനി വരാൻ പോകുന്നു, ഇനിയാണ് വരാൻ പോകുന്നതെന്നുള്ള ഒരു തീരുമാനവും അല്ലെങ്കിൽ ഒരു നിലപാടും നമ്മുടെ മന്ത്രിയിൽ നിന്നുണ്ടായിട്ടില്ല. പിന്നെ എനിക്കൊറ്റ ചോദ്യമുള്ളൂ, അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും വകുപ്പ് തലവന്മാരും നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ തെറ്റാണെന്ന് നമ്മളാരെങ്കിലും പറഞ്ഞോ? നമ്മുടെ ഏതെങ്കിലും വക്താവ് പറഞ്ഞോ? ഇപ്പോൾ എപ്സ്റ്റെയിൻ ഫയൽസ് വന്നു, ഉടനെ നമ്മുടെ വിദേശകാര്യ വക്താവ് അവർ പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞില്ലേ? എപ്സ്റ്റെയിൻ ഫയൽസ് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിന് സമർപ്പിക്കപ്പെട്ടതാണ്. അത് തെറ്റാണെന്ന് ഒരു പ്രസ്താവന വന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ വ്യാപാര കരാർ എന്ന് ഞാൻ പറയില്ല, ഈ ഇടപാട് സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്ന അമേരിക്കൻ പക്ഷത്തു നിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും വിശദീകരണത്തെ പ്രതിരോധിക്കുകയോ ഖണ്ഡിക്കുകയോ ചെയ്യുന്ന ഒരു പ്രസ്താവന നമ്മുടെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ വിശ്വസിക്കേണ്ടത് എന്താണ്? അമേരിക്കയെ അവിശ്വസിക്കണം. അവർ പറയുന്നതല്ല ശരിയെന്ന് നമ്മുടെ മന്ത്രി പറഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഇല്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ഊഹിച്ച് BJP വക്താവ് കൺഫ്യൂഷൻ ആക്കരുത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.